നിലമ്പൂരിലെ വഴിക്കടവിൽ ഒരു വിദ്യാർത്ഥി പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച വാർത്തയായിരുന്നു ഇന്നലെ രാത്രി എത്തിയത്. ഈ വിഷയത്തിൽ ഇപ്പോൾ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയാണ് പോലീസ്. അപകടമുണ്ടായത് ഫെൻസിങ്ങിന്, അതായത് ഈ വേലി കെട്ടാൻ വേണ്ടിയിട്ട് വൈദ്യുതി എടുക്കാൻ സ്ഥാപിച്ച കമ്പിയിൽ നിന്നാണ് എന്നാണ് FIR. വൈദ്യുതി കമ്പിയിൽ കാൽ തട്ടിയതോടെയാണ് അനന്തു അപകടത്തിൽപ്പെട്ടത്. പന്നിക്കണി സ്ഥാപിച്ച ആളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചുവെന്നാണ് സൂചന. ആ പറമ്പിന്റെ ഉടമയായിരിക്കുമല്ലോ. വിഷയത്തിൽ KSEBിക്കെതിരെയും വനംവകുപ്പിനെതിരെയും പ്രതിഷേധവുമായി നാട്ടുകാർ ഇന്നലെ രാത്രിയിൽ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കാലമാണ്. UDFന്റെയും NDAയുടെയും പ്രതിഷേധങ്ങൾ ഇന്നലെ രാത്രിയിൽ കണ്ടു. ഇന്നും പ്രതിഷേധങ്ങൾ തുടരുമെന്നാണ് അറിയുന്നത്. മരിച്ച അനന്തുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മുബഷിർ അക്ബർ അപകടമുണ്ടായ സ്ഥലത്ത് നിന്നും സാനിയോ മനോമി ആശുപത്രിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും. ആദ്യം ഞാൻ മുബഷിർ അക്ബറിലേക്ക് പോകുന്നു. കാര്യങ്ങൾ വ്യക്തമായി മുബഷിർ പ്രേക്ഷകരോട് വിശദീകരിക്കും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് ആരുടെ അനാസ്ഥയാണ്? ഈ കുട്ടികൾ ഇന്നലെ അവിടെ എത്തിയത് എപ്പോഴാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് മുബഷിർ പ്രേക്ഷകരുമായി വിശദീകരിക്കുക. മുബഷിർ, ഗുഡ് മോർണിംഗ്. സാനിയോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരു ദുഃഖവാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് എത്തിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അറിയേണ്ടത് മുബഷിർ, ആ സ്ഥലം ഒന്ന് പ്രേക്ഷകരെ കാണിക്കൂ. ഇത് വനത്തോട് ചേർന്നുള്ള പ്രദേശമാണോ, അതിനപ്പുറത്ത് കൃഷിയിടമാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഫെൻസിങ് അവിടെ നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നുണ്ടോ? വൈദ്യുതിയിൽ നിന്ന് കണക്ട് ചെയ്ത് KSEBിയിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഈ സ്വകാര്യ ഉടമയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വൈദ്യുതി മോഷണം കൂടിയാണ്. എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നത് മുബഷിർ ഒന്ന് വ്യക്തമാക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്നലെ രാത്രി ഏകദേശം 8 മണിയോട് കൂടിയാണ് നാടിനെ നടത്തിയ ഒരു അപകടം ഉണ്ടാകുന്നത്. സംഭവമുണ്ടായ സ്പോട്ടിൽ, സംഭവ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വഴിക്കടവ വെള്ളക്കെട്ട അട്ടി ഭാഗത്ത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പോലീസ് ഇപ്പോൾ ബാരിക്കേഡൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ വെച്ചാണ് ആ ദാരുണമായ അപകടമുണ്ടാകുന്നത്. ഈ ഒരു തോട് ഒഴുകി പോകുന്ന താഴ്ഭാഗത്ത് നിന്നാണ് 3ഓളം വിദ്യാർത്ഥികൾ, അനന്തു അടങ്ങുന്ന 3ഓളം വിദ്യാർത്ഥികൾ ആ താഴ്ഭാഗത്ത് നിന്ന് മീൻ പിടിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. മഴയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. മഴയൊക്കെ തന്നെ കുറഞ്ഞ സാഹചര്യത്തിൽ ഇവിടെയുള്ള കുട്ടികളൊക്കെ തന്നെ സാധാരണഗതിയിൽ തോട്ടിലേക്കും പുഴയിലോട്ടൊക്കെ തന്നെ മീൻ പിടിക്കാൻ പോകാറുണ്ട്. ആ വിധത്തിൽ അനന്തവും സുഹൃത്തുക്കളും തൊട്ട് താഴെ നിന്നും മീൻ പിടിച്ച് മുകളിലോട്ടിങ്ങനെ ഈ വനമേഖലയിലൂടെ നടന്നു വരുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്പോട്ടിൽ, അതായത് ഈ തോടിനോട് ചേർന്ന ഭാഗത്തെത്തിയ സമയത്ത് ഈ ഭാഗത്തുകൂടി കടന്നു പോവുകയായിരുന്നു. അതായത് പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി സ്ഥാപിച്ച കെണിയിൽ ആ ഒരു കുട്ടിയുടെ കാല് ആദ്യഘട്ടത്തിൽ പെടുന്നത്. കാലിലേക്കാണ് ആദ്യഘട്ടത്തിൽ ഷോക്ക് ഏൽക്കുന്നത്. സ്വാഭാവികമായിട്ടും തൊട്ടുതാഴെ വെള്ളമുണ്ട്. അപ്പോൾ നേരിട്ട് വൈദ്യുതി കമ്പിയിൽ നിന്നും വലിച്ച ഒരു കെണി ആയതുകൊണ്ട് തന്നെ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഭവ സമയത്ത് തന്നെ കുട്ടി താഴോട്ട് വീഴുകയായിരുന്നു. ആ സമയത്ത് ഇവിടെ തൊട്ടടുത്ത ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവരുടെ നിലവിളി ശബ്ദവും ഇത് അറിഞ്ഞെത്തിയ തൊട്ടടുത്ത വീടുകളിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പറഞ്ഞു കേട്ടാണ് നാട്ടുകാരൊക്കെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നതും അവർ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും. ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപകടം ഉണ്ടായ സമയത്ത് ആ ഒരു കുട്ടികളുടെ ചെരുപ്പാണ്, അവർ മീൻ പിടിക്കാൻ ഉപയോഗിച്ച വലയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ വല കാണുന്നുണ്ട് അരുൺകുമാർ. തൊട്ടപ്പുറത്ത് 2 കുട്ടികളുടെ മറ്റു 2 ചെരുപ്പും കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് തെന്നി വീണതിൻ്റെ പാടുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അപ്പുറത്ത് കാണുന്നത് സ്വകാര്യ ഭൂമിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വനമേഖലയുമാണ്. സ്വകാര്യ ഭൂമി അപ്പുറത്ത്, അവിടെ നിരവധി വിളകളുണ്ട്. കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, വാഴയുണ്ട്. അത്തരത്തിലുള്ള വിളകളൊക്കെ തന്നെ ഒരു ഭാഗത്തുണ്ട്. ഇപ്പുറത്ത് വനമേഖലയാണ്, പശ്ചിമഘട്ട മലനിരയാണ്. കുറച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നാടുകാണി ചുരമാണ്. നാടുകാണി ചുരം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ്. വലിയ വനമേഖലയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് വൈദ്യുതി കടന്നു പോകുന്ന മേഖലയാണ്. ആ വൈദ്യുതി പോസ്റ്റിൽ നിന്നും നേരിട്ട് പന്നിക്കണി ഇവിടെ സജ്ജമാക്കുന്നതിന് വേണ്ടി വൈദ്യുതി വലിച്ചിരിക്കുകയാണ്. പതിവായി ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. തുടർച്ചയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയതാണ്. ഈ ഒരു സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കുമ്പോൾ ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ ഒരു മേഖലയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. തങ്ങളുടെ കുട്ടികളൊക്കെ തന്നെ സ്കൂളിലോട്ട് പോകുന്ന മേഖലയിൽ എങ്ങനെ വിശ്വസിച്ച് അവരെ ഈ ഒരു വഴിയിലൂടെ കടത്തിവിടുമെന്നൊരു ചോദ്യം അവർ ഉന്നയിച്ചതായിരുന്നു. നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അത് ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം ഈ പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി ഇവർ സ്ഥാപിച്ച പന്നിക്കണി എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ആ ക്രമീകരണം അരുൺകുമാർ കാണേണ്ടതുണ്ട്. അതിൻ്റെ കമ്പി പോകുന്നത് ഈ തോടിൻ്റെ കുറുകയാണ്. അതായത് മഴയൊന്ന് പെയ്ത് വെള്ളമൊന്ന് വർദ്ധിച്ചാൽ, ജലനിരപ്പ് ഉയർന്നാൽ ഈ കമ്പിക്ക് മുകളിലൂടെ വെള്ളം ഒഴുകുന്ന സാഹചര്യം ഉണ്ടാകും. ഈ തോടൊക്കെ തന്നെ ഒഴുകിയെത്തുന്ന ജനവാസ മേഖലകളിലേക്കാണ്. ഈ വെള്ളം ഉപയോഗിക്കുന്ന തൊട്ടു താഴെയുള്ള വീട്ടിലെ ചെറിയ മക്കൾ ഉൾപ്പെടെയുള്ള കുട്ടികൾക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും ഒക്കെ തന്നെ പരിക്ക് സംഭവിക്കും, അപകടം സംഭവിക്കും, മരണത്തിലേക്ക് നയിക്കും. നാട്ടുകാർ അത് ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ മുകളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഇത്തരത്തിലുള്ള അനധികൃത നീക്കങ്ങൾ നടത്തുന്നതിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഇനി പോലീസ് അവിടെ സ്ഥാപിച്ച ബാരിക്കേഡിന് അപ്പുറത്തുള്ള വശം നമുക്ക് അത് കാണാൻ സാധിക്കും. ഇപ്പോൾ ദൃശ്യങ്ങൾ സജ്ജ് കാണിച്ചു തരുന്നുണ്ട്.
ആ വശത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സുരക്ഷയുടെ ഭാഗമായി നിർത്തിയിട്ടുണ്ട്. അതിലൂടെ നിരവധി ആളുകൾ കടന്നു പോകുന്നതാണ് അരുൺകുമാർ. അപ്പോൾ പതിവായി ഒരു മേഖലയിൽ ഇത്തരത്തിൽ പന്നി പോലെയുള്ള വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കെണികൾ സ്ഥാപിക്കാറുണ്ട്. പക്ഷേ അത് മാനദണ്ഡങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് സ്ഥാപിക്കുന്നത്. ആരാണിത് സ്ഥാപിച്ചു പോകുന്നത് അറിയുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ചെറിയ രീതിയിലുള്ള ഒരു സംവിധാനമല്ല. നേരിട്ട് വൈദ്യുതി പോസ്റ്റിൽ നിന്നും വൈദ്യുതി വലിക്കുന്നത് കൊണ്ട് തന്നെ പന്നിയല്ല, മനുഷ്യനെ സംബന്ധിച്ച് ചെറിയ തോതിലുള്ള വൈദ്യുതി പോസ്റ്റിൽ നിന്ന് വൈദ്യുതി എടുത്തിരിക്കുന്ന ഭാഗം കൂടി നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരു ഇതാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വൈദ്യുതി ലൈനിൽ ഒരു സ്വകാര്യ വ്യക്തി അനധികൃതമായി എങ്ങനെയാണ് വൈദ്യുതി മോഷ്ടിക്കുന്നത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുബഷീർ, ഇതൊക്കെ KSEBയുടെ ശ്രദ്ധയിൽ പെടേണ്ടതല്ലേ? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇത് പറമ്പിന് കുറുകെ അവിടെ കൊണ്ടുവന്ന് കെട്ടി ഈ കൃഷിയിടത്തോട് ചേർന്നുള്ള പ്രദേശം വഴിയാണ് ഇത് കടന്നു പോകുന്നത്. നമുക്ക് കണ്ണുകൊണ്ട് പകൽ വെളിച്ചത്തിൽ പോലും കൃത്യമായിട്ട് ആ കമ്പി കാണാൻ കഴിയില്ല എന്നതല്ലേ വാസ്തവം. അപ്പോൾ പിന്നെ രാത്രിയിൽ ഉറപ്പായിട്ടും ഈ കുഞ്ഞുങ്ങൾ ആ കെടിയിൽ പെടുക സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും കുമാർ, ഈ മേഖലയെ അറിയുന്ന കുട്ടികളാണ്. അവരെ സംബന്ധിച്ച് അവർ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല. മീനൊക്കെ തന്നെ പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഇത്തരം ഒരു കെണി, ഈ ഒരു അപകടം ഈ ഒരു മേഖലയിൽ ഉണ്ടാകുമെന്നോ വൈദ്യുതി കമ്പി ഈ തോടിൻ്റെ കുറുകെ പോകുമെന്നോ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്ഥിരം അറിയുന്ന മേഖലയിലൂടെ സഞ്ചരിച്ചു പോകുന്നതിനുള്ള അപ്രതീക്ഷിതമായിട്ട് വൈദ്യുതി കമ്പിയിൽ കാല് തട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് വലിയ അപകടത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. തൊട്ടപ്പുറത്തേക്ക് പോകാൻ പോലും ഭയമാണ്. ഇപ്പോഴും അതിലൂടെ വൈദ്യുതി പ്രവാഹമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആ തരത്തിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് കൃത്യമായിട്ടും വലിയൊരു അനാസ്ഥ ഈ ഒരു മേഖലയിൽ സംഭവിച്ചെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം